ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് പിന്നാലെ മഞ്ജു വാര്യരും വിചാരണ കോടതി വിധിക്കെതിരെ രംഗത്ത്. കോടതിയോട് ആദരവുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായില്ലെന്ന് മഞ്ജു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചു. കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, ആസൂത്രകർ പുറത്തുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമെന്നും മഞ്ജു വാര്യർ പറയുന്നു. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവൂ എന്നും മഞ്ജു കുറിച്ചു. സൈഫുനിസ അലിയാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനിസ, ഈ കേസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഓർമ്മയുള്ളത് മഞ്ജുവിന്റെ വാക്കാണ്. ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്ക് ഉന്നയിച്ചുകൊണ്ട് മഞ്ജു നടത്തിയ പരാമർശം വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മഞ്ജു. ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ ആളുകൾ പുറത്തുണ്ട്, പകൽ വെളിച്ചത്തുണ്ട്. തീർച്ചയായും രുചേഷ്, ഈ കേസിന്റെ ഏറ്റവും തുടക്കഘട്ടം മുതൽ ഈ കേസിൽ പരാതിയായി നിൽക്കുന്ന ഘട്ടം മുതൽ ഈ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന ആളാണ് ഈ കേസിൽ പിന്നീട് 8ാം പ്രതിയായ ദിലീപിന്റെ മുൻ ഭാര്യ കൂടിയായ മഞ്ജു വാര്യർ. ആ മഞ്ജു വാര്യർ ഇപ്പോൾ അതിജീവിത ഇട്ട പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിധിയിൽ നീതിപൂർണ്ണമായി ഈ വിധി നടപ്പായി എന്ന് പറയാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യർ ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയോടുള്ള എല്ലാ ആദരവും കൊണ്ട് പറയുന്നു, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാകില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും പുറത്ത് പകൽ വെളിച്ചത്തിൽ നടക്കുന്നുണ്ട്. അത് ശരിക്കും ഭയപ്പെടുത്തുന്ന കാര്യമാണ്, ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഒപ്പം ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും ഒപ്പം തന്നെ സമൂഹത്തിലും തല ഉയർത്തി നടക്കുവാനും ജീവിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടിയാണ്, അതിനുള്ള സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിന് ഇത് മാത്രമേ സാഹചര്യം ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസിൻ്റെ ഏറ്റവും തുടക്കത്തിൽ ദിലീപിലേക്ക് ഈ കേസ് എത്തുന്നതിന് തൊട്ട് മുമ്പേ തന്നെ ഇതിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് ആരോപിച്ചത് മഞ്ജു വാര്യരായിരുന്നു. അതിനുശേഷം ഈ കേസ് ഏതൊക്കെ ഘട്ടങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോയി എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പലതവണ കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോഴും പലരും കൂറുമാറിയപ്പോഴും ഈ വിഷയത്തിൽ തൻ്റെ മൊഴിയിൽ ഉറച്ച് അതിജീവിതയ്ക്കൊപ്പം അന്നു മുതൽ ഇന്ന് വരെ നിന്ന ആളാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞതുമാണ്. 8ാം പ്രതിയായ ദിലീപിന് ഈ അതിജീവിതയോട് വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നും അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നും എന്തുകൊണ്ടാകാം ഇങ്ങനെ ആക്രമിക്കപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മഞ്ജു വാര്യർ കൃത്യമായി കോടതിയിൽ മൊഴിയായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന സംശയത്തിനെ തുടർന്നാണ് ഇപ്പോഴും മഞ്ജു വാര്യരും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി എത്തിയത്. നീതി പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല. ഇത് ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും പുറത്ത് പകൽ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് മഞ്ജു വാര്യർ കൃത്യമായി എടുത്തു പറയുന്നത്. ശരി സൈഫുനിസ, എന്തായാലും അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്ന് കുറിച്ചാണ് മഞ്ജു വാര്യർ ഈ ആശങ്കയും ഈ നിരാശയും പങ്കുവയ്ക്കുന്നത്. എന്തായാലും കോടതിയോട് ആദരവുണ്ട്, പക്ഷേ പൂർണ്ണമായി നീതി നടപ്പായില്ല എന്ന് തന്നെയാണ് കരുതുന്നത് എന്ന് തന്നെ മഞ്ജു വാര്യർ പറയുന്നു.